ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 8 അക്ഷരബ്രഹ്മയോഗം തുടർന്ന് വായിക്കുന്നു. അല്ലയോ അർജുന, പാർത്ഥിവ ശ്രേഷ്ഠനായ യോദ്ധാവെ, ശ്രദ്ധിച്ചാൽ അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേവരം യഃ പ്രയാതി സമദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ. മരണകാലത്തിൽ എന്നെ തന്നെ വിചാരിച്ചുകൊണ്ട് ദേഹത്തെ വിട്ടുപോകുന്നവനാരോ അവൻ എൻ്റെ സ്വരൂപത്തെ പ്രാപിക്കുന്നു. ഈ കാര്യത്തിൽ സംശയം ഇല്ല. അധിയജ്ഞം എന്നറിയപ്പെടുന്നതിനെ പറ്റിയാണ് ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞത്. ഞാൻ തന്നെയാണ് അധിയജ്ഞമെന്ന് ആദ്യം മുതൽ അവസാനം വരെ അറിയുന്നവൻ ശരീരത്തെ ഒരു കഞ്ചുകമായി കരുതിക്കൊണ്ട് അവരുടെ സഹജ സ്വരൂപമായ ആത്മാവിനെ കൈവരിക്കുന്നു. ഒരു വീട്ടിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം പുറത്തുള്ള അന്തരീക്ഷം തന്നെ ആയിരിക്കുന്നത് പോലെ ആത്മസാക്ഷാത്കാരമാകുന്ന ഗൃഹത്തിനുള്ളിലെ അധ്യാവസായമാകുന്ന അറയ്ക്കകത്ത് അവർ നിദ്ര കൊള്ളുന്നു. പുറം ലോകത്തെപ്പറ്റി യാതൊന്നും തന്നെ അവരുടെ സ്മൃതിപഥത്തിലെത്തുന്നില്ല. ഞാനുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവർ ഞാൻ തന്നെ ആയിത്തീരുന്നു. ആ അവസരത്തിൽ പഞ്ചഭൂതങ്ങളാകുന്ന അവരുടെ പുറം ചട്ട അവരറിയാതെ തന്നെ പൊഴിഞ്ഞു വീഴുന്നു. ജീവിച്ചിരിക്കുമ്പോൾ പോലും ദേഹചിന്തയില്ലാത്ത ഒരുവന് അത് വെടിയുമ്പോൾ എങ്ങനെയാണ് ക്ലേശമുണ്ടാകുന്നത്? ആകയാൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരുവന് മരണസമയത്ത് യാതൊരു വിധത്തിലുമുള്ള ദുഃഖാനുഭവവും ഉണ്ടാകുന്നില്ല. അവൻ്റെ അന്ധക്കരണശുദ്ധി നിത്യതയുടെ ചട്ടക്കൂടിൽ ഏകത്വത്തിൻ്റെ മൂശയിൽ വാർത്തെടുത്തതാണ്. തന്മൂലം അത് ഞാനുമായുള്ള അഖണ്ഡത്വമാകുന്ന അർണവത്തിൽ ആറാടിയതാണ്. വീണ്ടും അത് ഒരിക്കലും മലിനമാവുകയില്ല. ഒരു കുടം ജലത്തിൽ താഴ്ത്തിയാൽ അതിനകത്തും പുറത്തും ജലമുണ്ടാകും. ആ കുടം യാദൃച്ഛികമായി ഉടഞ്ഞാൽ ജലം ഛിന്നഭിന്നമാകുമോ? ഒരു പാമ്പ് പടം പൊഴിച്ചാൽ മറ്റൊരു പാമ്പാകുമോ? ചൂടിൻ്റെ ആധിക്യം കൊണ്ട് ഒരുവൻ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയാൽ അവൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? അതുപോലെ ബാഹ്യമായ രൂപം നശിച്ചാലും ആത്മാവ് നശിക്കാതെ നിലനിൽക്കുന്നു. ഈ അവസ്ഥ അറിയുന്ന ഒരുവന് എങ്ങനെയാണ് മനസ്സിൻ്റെ ശാന്തത ഭഞ്ജിക്കപ്പെടുന്നത്? ആകയാൽ മരണസമയത്ത് എന്നെ അറിയുന്നവൻ അവൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഞാനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തെ കലൈവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അല്ലയോ അർജുന, മരണവേളയിൽ ഒരുവൻ ഏതേത് രൂപത്തെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ ഉപേക്ഷിക്കുന്നുവോ, ജീവിതത്തിൽ അധിക സമയം ആ രൂപത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞിരുന്ന അവൻ അതത് രൂപത്തെ തന്നെ പ്രാപിക്കുന്നു. സാധാരണയായി മരണസമയം സമാഗതമാകുമ്പോൾ ഒരുവൻ ഏതിനെപ്പറ്റി ചിന്തിക്കുന്നുവോ അവൻ അതായി തീരുന്നു എന്നാണ് പൊതു തത്വം. നിർഭാഗ്യവാനായ ഒരാൾ ഭയപ്പെട്ട് അതിവേഗത്തിൽ അനിയന്ത്രിതമായി ഓടുമ്പോൾ ആപൽക്കരമായി ഒരു കിണറ്റിൽ വീഴാൻ ഇടയായാൽ അത് ഒഴിവാക്കുന്നതിന് ആരെക്കൊണ്ടും സാധ്യമല്ല. അതുപോലെ മരണവേളയിൽ ഒരുവൻ ചിന്തിക്കുന്നതെന്താണോ അത് ആയി തീരാതിരിക്കാൻ അവന് സാധ്യമല്ല. ഒരുവൻ ഉണർന്നിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. അതുപോലെ ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ താലോലിച്ച് നിർത്തിയിരുന്ന ആഗ്രഹങ്ങൾ മരണസമയത്ത് അവൻ്റെ മനസ്സിൽ പ്രചുരമായി വിരിയുന്നു. അങ്ങനെ ഒരുവൻ മരണസമയത്ത് ഏതേത് ഭാവമാണോ ഭാവന ചെയ്തുകൊണ്ട് ദേഹം വിട്ടുപോകുന്നത് അവൻ അതത് ഭാവത്തെ തന്നെ പ്രാപിക്കാൻ ഇടവരുന്നു. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യ ച മയ്യർപ്പിതമനോ ബുദ്ധിഃ മാമേ വൈശ്യസ്യ സംശയം. അതിനാൽ എല്ലാ കാലത്തിലും എന്നെ സ്മരിച്ചാലും യുദ്ധവും ചെയ്യുക. എന്നിൽ മനോബുദ്ധികളെ അർപ്പിച്ച നീ എന്നെ തന്നെ പ്രാപിക്കും.
ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആകയാൽ അർജുന, നീ എല്ലായ്പ്പോഴും എന്നെപ്പറ്റി ചിന്തിക്കണം. നിന്റെ കണ്ണുകൾക്ക് ഗോചരമാകുന്ന എല്ലാറ്റിനെയും, നിന്റെ കാതുകൾ ശ്രവിക്കുന്ന എല്ലാ ശബ്ദത്തിൻ്റെയും, നിന്റെ മനസ്സിൽ ചിന്തിക്കുന്ന സർവത്തിൻ്റെയും, നിന്റെ നാവുകൊണ്ട് സംസാരിക്കുന്ന സകലത്തിൻ്റെയും അകത്തും പുറത്തുമുള്ള വിഷയം ഞാൻ തന്നെയാണ്. എല്ലാറ്റിലും എല്ലാ കാലത്തും ഞാൻ അധിവസിക്കുന്നു. ഈ വസ്തുത മനസ്സിലാക്കിയാൽ നിനക്ക് ഞാനുമായി സാമ്യം പ്രാപിക്കാൻ കഴിയും. ഇപ്രകാരം സംഭവിക്കുമ്പോൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന അവസരത്തിലും നിനക്ക് മരണത്തെ ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ പിന്നെ യുദ്ധത്തിൽ മരിക്കുമെന്നുള്ള ഭീതിക്ക് സ്ഥാനം എവിടെ? നിന്റെ മനസ്സും ബുദ്ധിയും യഥാർത്ഥത്തിൽ എനിക്ക് അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ നീ എന്നെ പ്രാപിക്കും. ഇത് നിന്നോടുള്ള എൻ്റെ സുനിശ്ചിതമായ വാഗ്ദാനമാണ്. ഇത് എങ്ങനെ നടപ്പാക്കാമെന്ന് നിനക്ക് വല്ല സംശയമുണ്ടെങ്കിൽ നീ യോഗാനുഷ്ഠാനം നടത്തി ശ്രമിച്ചു നോക്കണം. എന്നിട്ടും നിനക്കിതിൻ്റെ ഫലം ലഭിക്കുന്നില്ലെങ്കിൽ നീ എന്നോട് കോപിച്ചു കൊള്ളുക. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അല്ലയോ അർജുന, അഭ്യാസം കൊണ്ട് ആത്മാനുഭവം നേടിയതും തുടർന്നുള്ള യോഗാനുഭവം കൊണ്ട് അന്യവിഷയത്തിൽ പ്രവേശിക്കാതെയും ഇരിക്കുന്ന മനസ്സുകൊണ്ട് പ്രകാരരൂപനായ പരമപുരുഷനെ ധ്യാനം ചെയ്യുന്നവൻ ആ പരമപുരുഷനെ തന്നെ പ്രാപിക്കുന്നു. യോഗാനുഷ്ഠാനം കൊണ്ട് നിന്റെ ചിത്തം ശുദ്ധവും ശക്തവുമായി തീർക്കണം. ശരിയായ മാർഗം സ്വീകരിച്ചാൽ മുടന്തന് പോലും ഒരു മല കയറാൻ കഴിയും. അതുപോലെ അഭ്യാസം കൊണ്ട് നിന്റെ മനസ്സ് പരബ്രഹ്മത്തിൽ കേന്ദ്രീകരിക്കുക. അപ്പോൾ പിന്നെ നിന്റെ ശരീരം നിലനിൽക്കുകയോ നശിക്കുകയോ ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല. വിവിധ ലക്ഷ്യങ്ങളുടെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന മനസ്സ് ആത്മാവിൽ ഉറച്ചാൽ ശരീരം നിലനിൽക്കുന്നുവെന്നോ നശിച്ചുവെന്നോ ആരാണ് ഓർമ്മിക്കുക? ശബ്ദായമാനമായി കൂലം കുത്തി പാഞ്ഞൊഴുകുന്ന സരിത്ത് സാഗരവുമായി സമ്മേളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറപ്പെട്ടതിന് ശേഷം എന്തു സംഭവിച്ചു എന്നറിയാൻ തിരിച്ചു വരുമോ? ഒരിക്കലുമില്ല. നദിയും സമുദ്രവും ഒന്നായി തീരുന്നു. അതുപോലെ മനസ്സ് ബ്രഹ്മവുമായി ഏകീകരിക്കുമ്പോൾ ജനനവും മരണവും അവസാനിക്കുന്നു. അതാണ് പരമാനന്ദം. കവിം പുരാണമനുശാസിതാരം അണോരണീയാൻ സമനുസ്മരേദ്യഃ സർവസ്യ ധാതാരമചിന്ത്യ രൂപം ആദിത്യവർണം തമസഃ പരസ്താത് പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. ചലിക്കാത്ത മനസ്സോടും ഭക്തിയോടും ധ്യാനബലത്തോടും കൂടിയിരിക്കുന്ന യാതൊരുവൻ മരണകാലത്തിൽ പ്രാണവായുവിനെ പുരികങ്ങളുടെ മധ്യത്തിൽ വേണ്ടുവണ്ണം നിർത്തിയിട്ട് സർവജ്ഞനും ചിരന്തനനും സകലത്തിനും നിയന്താവും അണുവിനേക്കാളും അതിസൂക്ഷ്മമായിരിക്കുന്നവനും സകല പ്രപഞ്ചത്തിനും രക്ഷകനും ചിന്തിപ്പാനാവാത്ത രൂപത്തോടു കൂടിയവനും സൂര്യനെപ്പോലെ പ്രകാശമുള്ളവനും മായയെ അതിക്രമിച്ചവനുമായ പരമപുരുഷനെ ഇടവിടാതെ സ്മരിക്കുന്നുവോ അവൻ ദിവ്യമായ പരമാത്മ സ്വരൂപത്തെ പ്രാപിക്കുന്നു. ബ്രഹ്മം നിരാകാരമാണ്. അതിന് ജനന മരണങ്ങളില്ല. അത് അഖണ്ഡവും സർവസാക്ഷിയുമാകുന്നു. അത് ആകാശത്തെക്കാളും പൗരാണികവും അണുവിനേക്കാളും സൂക്ഷ്മവുമാണ്. അതിൻ്റെ പ്രഭാവം പ്രപഞ്ചത്തെ കർമ്മോദ്യുക്തമാക്കുന്നു. അത് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും പ്രപഞ്ചത്തെ നിലനിർത്തുകയും ചെയ്യുന്നു. അചിന്ത്യവും അപ്രമേയവും ബോധാതീതവും ആണത്. ഉറുമ്പുകൾക്ക് തീക്കനലിൽ കയറാൻ പറ്റാത്തതുപോലെ, ഇരുട്ടിന് സൂര്യപ്രകാശത്തിൽ കയറിപ്പറ്റാൻ കഴിയാത്തതുപോലെ, മാംസചക്ഷുസുകൾക്ക് അത് പകൽ വെളിച്ചത്തിൽ പോലും ദൃഷ്ടിഗോചരമല്ല. എന്നാൽ ജ്ഞാനിക്ക് സൂര്യകിരണങ്ങളുടെ ഒരു കൂമ്പാരം എന്നതുപോലെ ശാശ്വത പ്രകാശം
പരത്തുന്നതായി അതിനെ ദർശിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതിന് ഉദയമോ അസ്തമനമോ ഉണ്ടെന്ന് പറയുന്നത് അർത്ഥശൂന്യമായ വാക്കുകളാണ്. അദ്ദേഹം മരണവേളയിൽ അചലമായ മനസ്സോടെ നിരവധ്യമായ ബ്രഹ്മത്തെ സ്മരിക്കുന്നു. അദ്ദേഹം വടക്കോട്ട് ദർശനമായി പത്മാസനത്തിലിരുന്ന് കർമ്മയോഗത്തിൻ്റെ ആനന്ദം ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് ആത്മസാക്ഷാത്കാരത്തോടുള്ള അഭിനിവേശം നിറച്ച ഏകാഗ്രമായ മനസ്സുമായി യഥാർത്ഥമായ ബ്രഹ്മത്തെ കൈവരിക്കാൻ തിടുക്കം കൂട്ടുന്നു. അതിനുശേഷം യോഗാഭ്യാസ പാടവം കൊണ്ട് പ്രാണവായുവിനെ സുഷുമ്ന നാഡിയിൽ കൂടി കടത്തി ആജ്ഞാചക്രമെന്ന നാഡീജാലത്തിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് ബ്രഹ്മരന്ധ്രത്തിലെത്തിക്കുകയും ചെയ്യുന്നു. പ്രാണൻ ചിതാകാശത്തിലെത്തുമ്പോൾ അത് മനസ്സുമായി ഒന്നു ചേരുന്നു എന്ന് ബാഹ്യമായി തോന്നുമെങ്കിലും അതിൻ്റെ സംയോജനം അയഥാർത്ഥമാണ്. അപ്പോൾ അതിരറ്റ ആത്മപ്രേമം കൊണ്ടും യോഗബലം കൊണ്ടും ദൃഢമായ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭ്രൂമധ്യത്തിൽ ശാന്തമായി ഉറപ്പിച്ചു നിർത്തി ദേഹത്തെയും മനസ്സിനെയും ദയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു മണിയുടെ നാദം അവസാനമായി മണിക്കുള്ളിൽ തന്നെ ലയിച്ച് ഇല്ലാതാകുന്നത് പോലെയോ ഒരു പാത്രത്തിൻ്റെ കീഴിൽ വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ ദീപനാളം അണഞ്ഞത് എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ആർക്കും അറിയാൻ കഴിയാത്തതുപോലെയോ അദ്ദേഹം ശാന്തനായി ശരീരം വെടിയുന്നു. അപ്രകാരമുള്ള ഒരുവൻ പരബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നു. അദ്ദേഹം പരമപുരുഷനാണ്. അദ്ദേഹം പരമാനന്ദ പ്രാപ്തിയിലെത്തി എന്നെ പ്രാപിക്കുന്നു. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. വേദാർത്ഥങ്ങളെ അറിഞ്ഞിട്ടുള്ളവർ യാതൊന്നിനെ നാശമില്ലാത്തതെന്ന് പറയുന്നുവോ? കാമക്രോധങ്ങളെ വിട്ടിരിക്കുന്ന സന്യാസിമാർ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ? യാതൊന്നിനെ അറിയാൻ ആഗ്രഹിച്ചിട്ട് ബ്രഹ്മചര്യവ്രതത്തോടെ ഗുരുപാദങ്ങളെ ശരണം പ്രാപിക്കുന്നുവോ? ആ സ്ഥാനത്തെ സംക്ഷേപമായി ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഉണ്ടാവാനുള്ള എല്ലാറ്റിൻ്റെയും ഉണ്ടായിട്ടുള്ള എല്ലാറ്റിൻ്റെയും പരമാവസാനത്തിൽ ഉണ്ടാകുന്ന അറിവിൻ്റെ പൂർത്തീകരണമായ വിജ്ഞാനഖനി തന്നെ ആയി തീർന്നിട്ടുള്ള അഭിജ്ഞന്മാർ പരിപൂർണ ധാരണയോടെ അതിനെ, അതായത് നാശമില്ലാത്തത്, അക്ഷരം എന്ന് വിളിക്കുന്നു. ഉഗ്രമായ ഒരു കൊടുങ്കാറ്റിന് ചിഹ്ന ഭിന്നമാക്കാൻ കഴിയാത്തതാണ് യഥാർത്ഥ വാനം. അഥവാ മറ്റു വിധത്തിൽ പറഞ്ഞാൽ കാർമേഘങ്ങൾക്ക് ശിഥിലമാകാതെ കൊടുങ്കാറ്റിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. അതുപോലെ ബുദ്ധി കൊണ്ട് അറിയാവുന്നതും പരിമാണം നിരൂപിക്കാവുന്നതുമായ എന്തും നശ്വരമാണ്. ബുദ്ധിക്ക് അഗോചരമായതും അഗ്രാഹ്യമായതും അനശ്വരമാണ്. ആകയാൽ അക്ഷരമെന്ന് വേദസാരം ഗ്രഹിച്ചിട്ടുള്ളവർ പറയുന്നത് പരബ്രഹ്മത്തെ പറ്റിയാണ്. അത് പ്രകൃതിക്ക് അതീതമാണ്, അജ്ഞാതവുമാണ്. ദോഷഭൂയിഷ്ടമായ ഇന്ദ്രിയ വിഷയങ്ങളെ വിഷമെന്ന പോലെ മനസ്സിൽ നിന്നൊഴിവാക്കി ഇന്ദ്രിയങ്ങളെ ജയിച്ച് ഐഹിക ബന്ധത്തെ ത്യജിച്ചിട്ട് ശരീരമാകുന്ന വൃക്ഷത്തിൻ്റെ തണലിൽ നിശേഷം വിരക്തരായിരിക്കുന്ന തപസ്വികൾ ഇതിനെ പ്രാപിക്കാനായി അനവരതം കാത്തിരിക്കുന്നു. സ്ഥിതപ്രജ്ഞർ ഇതിനെ അഗാധമായി സ്നേഹിക്കുന്നു. യാതൊരാഗ്രഹങ്ങളും മനസ്സിൽ ശേഷിച്ചിട്ടില്ലാത്തവർ പോലും ഇത് കരഗതമാക്കാൻ അഭിലഷിക്കുന്നു. ഈ സ്ഥിതി കൈവരിക്കുന്നതിനുള്ള ഉത്കടമായ അഭിവാഞ്ഛയോടെ സത്യാന്വേഷികൾ ബ്രഹ്മചര്യത്തിൻ്റെ ദുർഘടമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഇന്ദ്രിയങ്ങളെ നിഷ്കരുണം നിയന്ത്രിക്കുന്നു. നന്മയുടെ അത്യുന്നതമായ ഈ അവസ്ഥയെ ഗ്രഹിക്കുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്യുക വളരെ ദുഷ്കരമാണ്. അനശ്വരവും അപ്രമേയവുമായ ഈ മഹാത്മ്യത്തിൻ്റെ പ്രാന്തത്തിൽ വേദങ്ങൾ പോലും വിനയാന്വിതരാകുന്നു. മരണവേളയിൽ എന്നെ ധ്യാനിക്കുന്നവർ ഈ അവസ്ഥ കൈവരിക്കുന്നു. അർജുന, ഒരിക്കൽ കൂടി ഞാൻ ഇതേപ്പറ്റി പറയാം. അപ്പോൾ അർജുനൻ പറഞ്ഞു, ദേവ, ഞാൻ ഇതേപ്പറ്റി അങ്ങയോട് സംസാരിക്കാൻ ഭാവിക്കുകയായിരുന്നു. എന്നാൽ അങ്ങ് തന്നെ എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. ദയവായി പറഞ്ഞാലും.
പക്ഷേ അത് ലളിതമായി പറയണമെന്ന് എനിക്ക് പ്രത്യേക അപേക്ഷയുണ്ട്. എനിക്ക് നിന്നെ ശരിക്കും അറിഞ്ഞുകൂടെ? ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക.